പറയട്ടെ, ഈ ഐഡൻറ്റിറ്റീസ്, കാസ്റ്റ് പോലുള്ള ഐഡൻറ്റിറ്റീസ് ചർച്ചിൽ നിന്ന് തകർന്നു പോയാൽ ഇന്ത്യയിൽ ഇവാഞ്ചലിസം വിജയിക്കും. ഇന്ത്യയിൽ ഇവാഞ്ചലിസം എന്തുകൊണ്ടാണ് വിജയിക്കാത്തെന്നുള്ള ഇഷ്ടം പോലെ അക്കാഡമിക് പേപ്പേഴ്സ് നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. ആദ്യം കർത്താവ് പറഞ്ഞു, നിങ്ങൾ നേരെ ലോകത്തിന് അറ്റത്തോളം പോകാനല്ല പറഞ്ഞത്. ആദ്യം ഈ സുവിശേഷമായിട്ട് നിങ്ങൾക്ക് മറ്റ് പട്ടണങ്ങളിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ഗോ ടു സമേരിയ. ആദ്യം നിങ്ങൾ ശമരിയയിലേക്ക് ചെല്ല്. അവിടെ ഇരുന്ന് അവിടെ അത്താഴം കഴിച്ചിട്ട് മതി നിങ്ങളുടെ സുവിശേഷമായിട്ട് ലോകത്തിന്റെ യു ക്യാൻ ഗോ ടു ദി എൻഡ്സ് ഓഫ് ദ വേൾഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗോസ്പൽ കാരവൻ്റെ രണ്ടാമത്തെ സന്ധ്യയിൽ നാം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഫസ്റ്റ് സെഷനിൽ അഡ്രസ്സ് ചെയ്തത്. വാട്ട്സ് റോങ് വിത്ത് ദ വേൾഡ്? ഈ ലോകത്തിന് ഇതെന്ത് പറ്റി? G.K. ചെസ്റ്റർട്ടൺ എന്ന ക്രിസ്ത്യൻ റൈറ്റർ അതിന് പറഞ്ഞ മറുപടി തന്നെയാണ് നാം ഓവർ 1 hour കേട്ടത്. 1905 ടൈംസ് എന്ന പത്രം അന്നത്തെ ഏറ്റവും പ്രോമിനൻറ്റ് റൈറ്റേഴ്സ്, തിങ്കേഴ്സിന് ഈ ഒരു ചോദ്യം അവരുടെ എല്ലാം എഡിറ്റോറിയൽ ലഭിക്കേണ്ടതിനായിട്ട് ഈ തിങ്കേഴ്സിനെല്ലാം ദേ സെൻഡ് ഇറ്റ് അക്രോസ് ടു ദം. പലരും അവരുടെ ദീർഘ എസ്സേകൾ മറുപടി ആയിട്ട് എഴുതിയപ്പോൾ ചെസ്റ്റർട്ടൺ 2 വാക്കിലാണ് ഉത്തരം എഴുതിയത്. നാം കേട്ടു, ഐ ആം. ഞാനാണ് ലോകത്തിൻ്റെ പ്രശ്നം. ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വാസ്തവത്തിൽ പാപം കൃത്യമായിട്ട് എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ ഈ പത്രത്തിൽ കാണുന്ന വാർത്തകളെല്ലാം ഒറ്റ വാക്കിൽ ചുരുക്കുവാൻ കഴിയും. SIN, sin. All the horrors of the world, ഈ ലോകത്തിൽ നാം കാണുന്ന അത് ഇക്കണോമിക് ആവാം, സോഷ്യൽ ക്രൈസിസുകളാവാം, ഇവയുടെ എല്ലാം കേന്ദ്രത്തിൽ കിടക്കുന്ന പ്രശ്നം വാസ്തവത്തിൽ പാപം തന്നെയാണ്. വാട്ട്സ് റോങ് വിത്ത് ദ വേൾഡ്? അല്ലേ, വി ഹേർഡ് ദാറ്റ് ആൻസർ, sin. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഞാൻ ഈ സെഷന് as I was preparing, what anecdotes can I borrow from what's happening around എന്ന് ചിന്തിച്ചപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് കേരളത്തിലും ലോകമെമ്പാടും നടക്കുന്ന സംഭവങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇത്രയധികം പ്രോമിനൻ്റ് ആയ ഒരു കാലഘട്ടം മറ്റൊന്നില്ല. ചില ദിവസങ്ങൾക്ക് മുൻപ് രാം നാരായൺ എന്ന പേരുള്ള ഒരു ഛത്തീസ്ഗഡ്കാരൻ, അദ്ദേഹം 31 വയസ്സുള്ള ചെറുപ്പക്കാരൻ, നാട്ടിൽ ജോലി അന്വേഷിച്ച് വന്ന ഈ മനുഷ്യനെ പാലക്കാട്ടിൽ തല്ലിക്കൊന്ന സംഭവം നാം വളരെ ഷോക്കോടുകൂടെ കണ്ട്, അല്ലേ? കേസ് ഓഫ് മോബ് വയലൻസ്. ഇന്ത്യയിൽ പലയിടത്തും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിൽ ഒരുപക്ഷെ വളരെ വിരളമാണ്. വി നോ ദ കേസ് ഓഫ് മധു. അങ്ങനെ വളരെ റെയറായിട്ട് കാണുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു ദുർഘടന. ആ വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഒരു മലയാളിയുടെ ബ്രോക്കൺ ഹിന്ദിയിൽ അവനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, തും ബംഗ്ലാദേശി? നീ ബംഗ്ലാദേശി? തും ബംഗ്ലാദേശി? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. അവൻ ബംഗ്ലാദേശി അല്ലായിരുന്നു. അതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഹിന്ദുത്വ ഗൂൺസ് അവരുടെ ദേവന്റെ നാമമായിരുന്നു ഈ ചെറുപ്പക്കാരന് റാം. അതറിയാതെ ആ മനുഷ്യനെ റോഡിലിട്ട് തല്ലിക്കൊന്നപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദ ഡോക്ടർ ഹു ഡിഡ് ദാറ്റ് സെഡ് ഓവർ 80 ഇഞ്ചറീസ്, ഒരൊറ്റ ബോഡി പാർട്ട് പോലും ഇല്ലായിരുന്നു that was left uninjured. Where is the humanity? ഇത് കേരളത്തിൽ അല്ല, ലോകത്തിലേക്ക് നോക്കുക. ചില ദിവസങ്ങൾക്ക് മുൻപ് ന്യൂസിലൻഡിൽ സിഖുകാരുടെ ഒരു നഗർ കീർത്തൻ എന്ന് പറയുന്ന ഒരു സിറ്റി പരേഡ്, നാം ആ വിഷ്വൽസ് കണ്ട് അതിന് എതിരെ വന്ന ന്യൂസിലൻഡുകാരുടെ ഹക്ക ഡാൻസ് നിങ്ങൾ കണ്ടു കാണും. വളരെ വികൃതമായിട്ട്, in a terrifying tone, a tribal dance. എന്താണ് ഈ ഹക്ക ഡാൻസ്? ന്യൂസിലൻഡിൽ അവിടെ ഉണ്ടായിരുന്ന മൗറി, പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രീ ഹിസ്റ്റോറിക് ട്രൈബായ മൗറികളുടെ ഒരു കൾച്ചറൽ എക്സ്പ്രഷനാണ് ഈ ഹക്ക ഡാൻസ്. എങ്ങനെയാണ് പാശ്ചാത്യ വെസ്റ്റേൺ മനുഷ്യൻ ഈ ട്രൈബലിസത്തിലേക്ക് തിരിച്ചു പോകുന്നത്? ഓർക്കണം,
ക്രിസ്ത്യാനിറ്റി ക്രിയേറ്റഡ് ദ വെസ്റ്റേൺ വേൾഡ്. ഈ ട്രൈബലിസത്തിനപ്പുറം ഒരു വൺ ഹ്യൂമൻ ഇന്റർനാഷണൽ മാൻ എന്ന കോൺസെപ്റ്റ് ലോകത്തിന് കാട്ടിക്കൊടുത്തത് ക്രിസ്ത്യാനിറ്റിയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് US പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീഗൻ പറഞ്ഞു, നിങ്ങൾ ഏത് രാജ്യത്തിൽ നോക്കിയാലും ആ രാജ്യത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ആ രാജ്യക്കാരായിത്തീരുന്നത്. പക്ഷേ അമേരിക്കയിൽ ലോകത്തെ ഏത് ഭാഗത്തിൽ നിന്ന് ദേ ക്യാൻ കം ടുഡേ ആൻഡ് ദേ ക്യാൻ കോൾ ദംസെൽസ് അമേരിക്കൻ. പക്ഷേ ഇന്ന് നടക്കുന്നത് നാം കാണുന്നതല്ലേ? എന്താണ് ആ രാജ്യങ്ങളും ക്രിസ്ത്യാനിറ്റി സ്വാധീനിച്ച് ഈ ട്രൈബലിസത്തിനപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണാമെന്നുള്ളൊരു ആദർശത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ സമൂഹങ്ങൾ പോലും ഇന്ന് ഹക്ക ഡാൻസിലേക്ക് തിരിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ബിക്കോസ് വി ഹാവ് ലോസ്റ്റ് ദ കേർണൽ, ദ കോർ ഓഫ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി മാൻ ത്രൂ ദ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ. ക്രിസ്ത്യൻ വേൾഡ് വ്യൂ നൽകുന്ന ഇന്ന് വെസ്റ്റേൺ വേൾഡും ആ ഒരു ട്രൈബലിസത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഓർക്കണം, ക്രിസ്തീയ ലോകവീക്ഷണം മുൻപോട്ട് വെച്ച മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി ഈസ് ബീങ് ഡൈല്യൂട്ടഡ് ദെയർ. കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിലാണ് സോഷ്യൽ മീഡിയ എത്രയും വളർന്നതല്ലേ. ആദ്യം ഓർക്കട്ട് വന്നു, പിന്നെ ഫേസ്ബുക്കായി, ഇന്ന് ഇൻസ്റ്റഗ്രാം ഓർ പോസ്റ്റ് ഇൻസ്റ്റഗ്രാം കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഞങ്ങൾ 3 സഹോദരന്മാരാണ്. എൻ്റെ അനുജൻ ഈസ് 8 years യങ്ങർ ദെൻ മീ. അവൻ ഫേസ്ബുക്കിലില്ല, ഹീസ് ഓൺ ഇൻസ്റ്റഗ്രാം. ഫേസ്ബുക്കിൽ നിന്നും പീപ്പിൾ ഹാവ് മൂവ്ഡ് ഓൺ ടു ഫേസ്ബുക്ക്. ആദ്യം മുൻപോട്ട് വന്നപ്പോൾ അവരുടെ മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വെച്ചത്, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വാസ് ടു ബിൽഡ് കമ്മ്യൂണിറ്റീസ് ടു ബ്രിങ് ദ വേൾഡ് ടുഗെദർ. ഞാൻ ചോദിക്കട്ടെ, വിത്ത് ദി അഡ്വെന്റ് ഓഫ് സോഷ്യൽ മീഡിയ, വിത്ത് ദ റൈസ് ഓഫ് സോഷ്യൽ മീഡിയ, ഹാവ് വി ക്രിയേറ്റഡ് യുണൈറ്റഡ് വേൾഡ് ഓർ ഹാവ് വി ക്രിയേറ്റഡ് എ ഡിവൈഡഡ് വേൾഡ്? വി ആർ മോർ കണക്റ്റഡ് ബട്ട് വി ആർ മോർ ഡിവൈഡഡ്. വി ആർ കണക്റ്റഡ്, connectivity has improved, connection has improved, but we have lost communion. മനുഷ്യൻ തിരിച്ച് ട്രൈബൽ ഐഡൻറ്റിറ്റീസിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അവിടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഒട്ടും ഡൈഗ്രസ് ചെയ്യാതെ സൂചിപ്പിച്ചുകൊട്ടെ. ഈ സോഷ്യൽ മീഡിയയുടെ ഫിനോമിനൻ ഇന്ന് ഒരു റിവേഴ്സ് ഫിനോമിനൻ ഈസ് ഹാപ്പനിങ്. ഇറ്റ്സ് കോൾഡ് ദ ഗ്രേറ്റ് സോഷ്യൽ മീഡിയ റിട്രീറ്റ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കണക്റ്റഡ് ആയിരിക്കാം എന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന മനുഷ്യർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇന്ന് സോഷ്യൽ മീഡിയയുടെ യൂസേജിൽ ദേ ആർ ആക്ച്വലി withdrawing. Especially if you talk to Gen Zs, they are cancelling the noise എന്ന് പറയും. അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ അവരില്ല. കാരണം ഫേസ്ബുക്കിൽ ഈ നോയ്സുകളാണ്. അവർ ഇൻസ്റ്റഗ്രാമിലേക്ക് മാറുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ ഫോട്ടോസ് കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുകയാണ്. We are living in a very tumultuous times. എന്നാൽ ഓർക്കണം, ഈ ഒരു ഐഡൻറ്റിറ്റി പ്രോബ്ലം ഇത്രയും പ്രോമിനൻ്റായി നിൽക്കുന്ന കാലഘട്ടത്തിലും ഇതിന് കൃത്യമായിട്ട് ഒരു മറുപടി വിശുദ്ധ വേദപുസ്തകം നൽകുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല, വേദപുസ്തകത്തിന് മാത്രമേ ഒരു പ്രൂവൺ ആയിട്ടുള്ള സൊല്യൂഷൻ നൽകുവാൻ കഴിയുകയുള്ളൂ. ബിഫോർ ഐ ഡൈവ് ഡീപ്പർ, I would want to turn your attention to John chapter 4. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. നമുക്ക് വളരെ പരിചയമായൊരു രംഗം നാം അവിടെയൊക്കെ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു ശമര്യയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യഹൂദൻ പോകുവാൻ അറയ്ക്കുന്ന, എത്തി നോക്കുവാൻ മടിക്കുന്ന ഒരു പർട്ടിക്കുലർ റീജനായ ശമര്യയിലേക്ക് സാക്ഷാൽ ദൈവം ജഡമായവൻ, incarnated God is walking with a Jewish identity. Mark that, with a Jewish identity. ദൈവം അവിടേക്ക് പോകുക മാത്രമല്ല, ഒരു യഹൂദ പുരുഷൻ അവനാണ് ശമര്യയിലേക്ക് പോകുന്നത്. യോഹന്നാൻ ഈ ഒരു കോൺവെർസേഷനെ പ്ലേസ് ചെയ്യുന്നത് എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നി. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ, ഒരു എലീറ്റ് ഫാരസി ആയിരിക്കുന്ന, ഫാരസി മാത്രമല്ല സൻഹെദ്രിൻ സംഘത്തിലെ അംഗമായിരിക്കുന്ന നിക്കോദിമോസുമായിട്ട് കർത്താവ് സംസാരിക്കുന്നു. അതായത് യഹൂദന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും എലീറ്റ് ക്ലാസ്സിലുള്ള എ ടീച്ചർ ഓഫ് ഇസ്രായേൽ എന്ന് വിശേഷിപ്പിക്കുന്ന നിക്കോദിമോസുമായിട്ട് സംസാരിക്കുന്ന അതേ കർത്താവ് അടുത്ത അധ്യായത്തിൽ യഹൂദൻ പോകുവാൻ അറയ്ക്കുന്ന ശമര്യയിലേക്ക് ചെന്ന് ഒരു ശമര്യക്കാരനോടല്ല സംസാരിക്കുന്ന, ശമര്യക്കാരത്തി സ്ത്രീയുമായിട്ട് അവൻ സംസാരിക്കുകയാണ്.
ഒരു ശമരിയക്കാരത്തി സ്ത്രീയുമായിട്ട് മാത്രമല്ല സംസാരിക്കുന്നത്, ശമരിയക്കാരുടെ കൂട്ടത്തിൽ പോലും ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ഉച്ച സമയത്ത് വെള്ളം കോരുവാൻ വേണ്ടി അവൾ പബ്ലിക് ആയി അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സമ്പർക്കം തന്നെ ചെയ്യുവാൻ മടിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് കർത്താവ് 1-on-1 ആയിട്ട് സംസാരിക്കുകയാണ്. യോഹന്നാൻ്റെ അജണ്ടയും വളരെ ക്ലിയർ ആണ്. 1-ാം അധ്യായത്തിൽ ദൈവം ജഡമായി ലോകത്തിലേക്ക് വന്നു എന്ന ആ അവതരണത്തിൽ ആരംഭിക്കുന്ന യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഒരു പബ്ലിക് പ്രസംഗം പോലും രേഖപ്പെടുത്തുന്നില്ല. പബ്ലിക്കായിട്ട് പഠിപ്പിക്കുന്ന, പബ്ലിക്കായിട്ട് പ്രസംഗിക്കുന്ന, ഗലീലയിൽ തീരത്ത് നിന്ന് പ്രസംഗിക്കുന്ന പ്രഭാഷകനെ നിങ്ങൾ ഈ സുവിശേഷത്തിൽ കാണുന്നില്ല. ഗിരിപ്രഭാഷണം യോഹന്നാൻ രേഖപ്പെടുത്തുന്നില്ല. യോഹന്നാൻ എപ്പോഴും ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുന്നത്. 1-ാം അധ്യായത്തിൽ കർത്താവ് നദനിയേലുമായിട്ട് ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുന്നു. 3-ാം അധ്യായത്തിൽ നിക്കോദിമോസുമായിട്ട് രാത്രിയിൽ ഉറക്കം പോലും മാറ്റിവെച്ച് കർത്താവ് 1-on-1 ആയിട്ട് സംസാരിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ ഈ ശമരിയക്കാരത്തി സ്ത്രീയുമായിട്ട് വിശന്നിരിക്കുമ്പോൾ, ദാഹിച്ചിരിക്കുമ്പോൾ അവൻ 1-on-1 ആയിട്ട് സംസാരിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ ദുർബലരുടെ ഭവനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടേക്ക് ഇൻകാർണേറ്റ് ചെയ്ത് അവിടുന്ന് 38 വർഷമായിട്ട് തളർവാദിയായി കിടക്കുന്നവനെ അവിടുന്ന് വിടുവിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന മനോഹരമായ ഇൻകാർണേഷൻ ചിത്രം നാം 5-ാം അധ്യായത്തിൽ കാണുന്നു. അങ്ങനെ ഓരോ അധ്യായത്തിലും ഇൻഡിവിജ്വലിനെ തേടി, എന്തിനേറെ 11-ാം അധ്യായത്തിൽ ശവം നാറുന്ന കല്ലറയിലേക്ക് ആ കല്ലുരുട്ടി മാറ്റുക എന്ന് പറഞ്ഞ് അവനെ ജീവനിലേക്ക് മടക്കി വരുന്ന ചിത്രവും നാം ഈ സുവിശേഷത്തിൽ കാണുന്നു. അതായത് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിക്ക് ദ വൺ മാറ്റേഴ്സ് എന്ന് വരച്ചു കാട്ടുന്നതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ദ വൺ മാറ്റേഴ്സ്. ഇവിടെയും there are many people here, but each one of you is a unique individual and you matter to God. You matter to your creator. കർത്താവ് ഇവളോട് വന്ന് സംസാരിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം, the first question that Jesus asked her, നിങ്ങൾക്കത് ഞാൻ ചില വാക്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. 7-ാമത്തെ വാക്യം, a woman from Samaria came to draw water. Jesus said to her, give me a drink, for his disciples had gone away into the city to buy food. The Samaritan woman said to him, now pay attention. The Samaritan woman said to him, how is it that you, a Jew, ask for a drink from me, a woman of Samaria? How is it that you, a Jew, ask for a drink from me, a woman of Samaria? ഒരു ശമരിയക്കാരത്തി എന്നുള്ള വാക്കാണ് മലയാളത്തിൽ കാണുന്നത്. പക്ഷെ അത് രണ്ടായിട്ട് വായിക്കണം. ഒരു ശമരിയക്കാരത്തി, ഗ്രൂപ്പ് ഐഡന്റിറ്റി, ശമരിയക്കാരത്തി സ്ത്രീയുമായി, a Samaritan woman, how is it that you are asking a drink? ഈ ചോദ്യം കർത്താവ് ഇവളോട് അല്പം വെള്ളം ചോദിക്കുമ്പോൾ, നീ എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത് എന്നല്ല കർത്താവിനോട് ചോദിക്കുന്നത്. വൈ ഡു യു ആസ്ക് മീ, വൈ ഡു യു ടോക്ക് ടു മീ? ദാറ്റ് ഇസ് എ ബിഗ് പ്രോബ്ലം. അതല്ല അവൾ ചോദിക്കുന്നത് എന്താ, നീ എന്തുകൊണ്ട്, യു ഐഡന്റിറ്റീസ് ആണ് അവിടെ ഇൻവോക്ക് ചെയ്യുന്നത്. യു ആർ എ വാട്ട്? യു ആർ എ Jew, I am a. ഈ ചോദ്യം കേട്ടപ്പോൾ ഷോക്കിൽ ഇവളുടെ വായിൽ നിന്ന് വരുന്നത് ഐഡന്റിറ്റീസ് ആണ്. യു ആർ എ Jew, നീ യഹൂദൻ, ഞാനോ ശമരിയക്കാരത്തി സ്ത്രീ, എന്നോട് നീ എങ്ങനെ, how is it that you are asking for a drink from me, a woman of Samaria? ഈ ചോദ്യം അല്പം ലോഡഡ് ആണ്. ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ഈ കൂട്ടരുടെ ചരിത്രം മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. ഈ സ്ത്രീ, ഇവളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വരുന്ന സമയം ഉച്ച സമയമാണ്. സാധാരണ വെള്ളം കോരുവാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ അല്പം ദൂരം സഞ്ചരിച്ച് പാത്രങ്ങൾ നിറച്ച് വരുമ്പോൾ ഇവൾ തന്നെയാണ് ഇത് ചുമന്നുകൊണ്ട് വരുന്നത്. സ്ത്രീകൾ കൂട്ടമായിട്ടല്ലേ പോകേണ്ടത്, ഇവൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതിൻ്റെ കാരണം താഴോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. she has a past. She has an individual past. അവളുടെ പാസ്റ്റ്, അവളുടെ ഫെയിൽഡ് മാരേജസ്, ആ കാര്യങ്ങളിലേക്ക് ഞാൻ അധികം ഈ ടോക്കിൻ്റെ സ്കോപ്പിൽ നിന്നുകൊണ്ട് അധികം ഐ വിൽ നോട്ട് ഡൈവേർജ് ദെയർ. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. യു ആൻഡ് ഐ ആർ എ പ്രൊഡക്റ്റ് ഓഫ് അവർ ചോയ്സസ്. നാം എടുക്കുന്ന ചോയ്സുകളുടെ പ്രൊഡക്റ്റാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. സോ വി മേക്ക് ചോയ്സസ്, വി മേക്ക് മിസ്റ്റേക്സ്,
we do the right things. അതിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. സോ ഈച്ച് പേഴ്സൺ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് ഓൺ ഇൻഡിവിജ്വൽ പാസ്റ്റ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ആർ ദ പ്രൊഡക്റ്റ് ഓഫ് യുവർ കമ്മ്യൂണൽ പാസ്റ്റ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. നമ്മുടെ ഐഡൻറ്റിറ്റി നാം ഓരോരുത്തരുടെയും ചോയ്സുകളുടെ പ്രൊഡക്റ്റാണ്. അതേസമയം തന്നെ നമ്മുടെ കമ്മ്യൂണൽ പാസ്റ്റുകളുടെ പ്രൊഡക്റ്റാണ്. നാം ഓരോരുത്തരും ഒരു ഐസൊലേറ്റഡ് എൻറ്റിറ്റി അല്ല. ചരിത്രത്തിൻ്റെ ഒഴുക്കിൽ പല കഥകളുടെയും ചരിത്രങ്ങളുടെയും ഭാഗമായിട്ടാണ് നാം ഓരോരുത്തരും ജനിക്കുന്നത് തന്നെ. വി ആർ ബോൺ ഇൻ ടു സം സർക്കംസ്റ്റാൻസസ് ദറ്റ് യു ആൻഡ് ഐ ഡു നോട്ട് സെലക്ട്. നിങ്ങളുടെ കരിയർ നിങ്ങളെ ഡിഫൈൻ ഉണ്ടായിരിക്കാം, അത് നിങ്ങൾ ചൂസ് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾ എവിടെ ജനിച്ചു, ഏത് കുടുംബത്തിൽ ജനിച്ചു, ഏത് പാരമ്പര്യത്തിൽ ജനിച്ചു, ഏത് ഭാഷയിൽ നിറത്തിൽ ജനിച്ചു, ഇതൊന്നും നിങ്ങൾ തിരഞ്ഞെടുത്തവയല്ല. You are, these are not what you chose, this is given. അല്ലേ, നാം ഇന്നലെ കേട്ടു, these are created identity. Hold that thought, that is going to be the main thesis. I will come to that. ഇവളൊരു ശമരിയക്കാരത്തി സ്ത്രീയാണ്. നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് കാനോണിൽ ലാസ്റ്റ് പുസ്തകം പഴയ നിയമത്തിൽ മലാഖായിയാണ്. മലാഖായി വായിച്ചിട്ട് നേരെ താള് മരിച്ച് മത്തായിലേക്ക് വരുമ്പോൾ ഇവിടെ ചില ഐഡൻറ്റിറ്റീസ് നാം കാണുമ്പോൾ നാം ഒരുപക്ഷെ ഒരു ഫ്ലോയിൽ അങ്ങ് വായിച്ചു പോകാം. ഫരീഷന്മാർ, സദൂക്യർ, ശമരിയക്കാർ. പക്ഷേ ഈ രണ്ട് പുസ്തകങ്ങളുടെ നടുവിൽ ഒരു 400 വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. ഈ 400 വർഷത്തിൽ രൂപപ്പെടുന്ന പല ഐഡൻറ്റിറ്റീസും നിങ്ങൾ സുവിശേഷത്തിൽ വായിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ സ്ത്രീ, ഇവളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ശമരിയക്കാരാരാണെന്ന് ഞാൻ വേഗത്തിൽ ചരിത്രം ഒന്ന് ഓടിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ശൗല്, ദാവീദ്, ശലോമോൻ, ഇവരുടെ കീഴിൽ ഇസ്രായേൽ ഒരൊറ്റ രാജ്യമായിട്ട് വാണു. പക്ഷേ ശലോമോൻ്റെ കാലശേഷം ഇസ്രായേൽ രണ്ടായിട്ട് സ്പ്ലിറ്റായി. നോർത്തേൺ കിങ്ഡമായ ഇസ്രായേലും സദേൺ കിങ്ഡമായ ജൂഡയും. യെരുശലേം സ്ഥിതി ചെയ്തിരിക്കുന്നത് സദേൺ കിങ്ഡമായ ജൂഡയിലാണ്. 10 ഗോത്രങ്ങൾ അടങ്ങുന്ന നോർത്തേൺ കിങ്ഡം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി തീർന്ന ദേശമാണ് ശമരിയ, ഷെക്കേം, ശമരിയ. ഈ ശമരിയ ഇസ്രായേൽ ഏതാണ്ട് 722 BC തെക്കേ രാജ്യം ആദ്യം പ്രവാസത്തിലേക്ക് പോവുകയാണ്. അസീരിയൻ കിങ്ഡം, അന്നത്തെ ലെവാന്റ് റീജൻ, അതായത് അക്രോസ് മെനി ഇയേഴ്സ് ദിസ് പർട്ടിക്കുലർ റീജൻ ദേ ഗോ ടു ക്യാപ്റ്റിവിറ്റി. ഈ ക്യാപ്റ്റിവിറ്റിയിലേക്ക് 722 BC ഇസ്രായേൽ ഗോസ് ടു ക്യാപ്റ്റിവിറ്റി. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 24-ാം വാക്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇസ്രായേലിൽ കണ്ടിന്യൂ ചെയ്ത ചില യഹൂദന്മാർ അവിടെ തന്നെ പാർത്തു. അവിടേക്ക് ബാബിലോൺ തുടങ്ങിയ മറ്റ് പല ജാതികൾ അവിടെ വന്നു. they were settled in the province of Samaria. അവർ തമ്മിൽ ഇൻ്റർമിക്സിങ് ഉണ്ടായാണ് ഈ ശമരിയക്കാരെന്ന ഐഡൻറ്റിറ്റി വരുന്നത്. അതായത് they lost their Jewish identity, they mixed with the Gentiles. എന്നാൽ അവർ തന്നെ അവരെ ജെൻറ്റൈൽസ് എന്നല്ല വിശേഷിപ്പിക്കുന്നത്. അവരെ തന്നെ യഹൂദന്മാരെന്ന് കാണുമ്പോഴും they are trying to fit in, പക്ഷേ they never fit in. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എസ്രയുടെ പുസ്തകത്തിൽ ചില പ്രവാസികൾ മടങ്ങി വന്ന് അവർ യെരുശലേമിൽ ദേവാലയം പണിയുമ്പോൾ ഈ ശമരിയക്കാർ ഓൾറെഡി അവിടെ ഉണ്ട്. എസ്രയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ അവർ വന്നൊരു പ്രപ്പോസൽ വെക്കും. പിന്നീട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞങ്ങളും കൂടെ ചേർന്ന് പണിയാം, നിങ്ങൾ ഒരേ ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്. സെറുബാബേലും കൂട്ടരും പറഞ്ഞു, വേണ്ട, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് യു. അങ്ങനെയാണ് ഇവർ ചെന്ന് ഗെറുസീമിൽ ഇവരുടെ ഒരു ശമരിയക്കാരുടെ ദേവാലയം പണിയുന്നത്. ദിസ് ഇസ് ഓൾ ഇൻ എ നട്ട്ഷെൽ. അപ്പോൾ യഹൂദൻ്റെ കാഴ്ചയിൽ the one word that can be described to them is that ഇവർ ശരിക്കുള്ള അപ്പന് പറഞ്ഞവരല്ല, നല്ല അപ്പന് പറഞ്ഞവർ. ദാറ്റ് വാസ് ദ കോൺസെപ്റ്റ്. ഇത് നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാകണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 48-ാം വാക്യത്തിൽ യേശുവിനെ ശമരിയക്കാരൻ വിളിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. നീ ഒരു ശമരിയക്കാരനല്ലയോ, നീ ഭൂതഗ്രസ്തനും. യഹൂദൻ അറിയാം ഇവൻ യഹൂദനാണെന്നും തച്ചൻ്റെ മകനാണെന്നും അല്ലെങ്കിൽ മറിയ. പക്ഷേ കർത്താവിനെ പറ്റി അവരുടെ ഇടയിലുണ്ടായിരുന്ന റൂമർ എന്തായിരുന്നു? അവൾ കന്യക ആയിരിക്കുമ്പോൾ തന്നെ ഗർഭിണിയായി ജനിച്ചവനാണ് ക്രിസ്തു. അപ്പം ക്രിസ്തുവിനെ ആക്ഷേപിച്ചുകൊണ്ട് വിളിച്ച പേരാണ് ശമരിയക്കാരൻ. ദാറ്റ് വാസ് എ സ്ലർ. ഞാൻ ഇതിനു മുൻപ് ഒരു
ഒരു പേപ്പർ വായിച്ച് വെൻ യുവർ ഐഡൻറ്റിറ്റി ബിക്കംസ് എ സ്ലർ. നമ്മുടെ രാജ്യത്തിൽ ഇന്ന് പല കാസ്റ്റ് കമ്മ്യൂണിറ്റീസിനെ അവരുടെ നാമമാണ് സ്ലറായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലേ? ഒരു ഇന്നയാളെ പോലെ വസ്ത്രം, ഈസ് ഡ്രസ്ഡ് ലൈക്ക് ദിസ് മാൻ ഓർ ഹി ബിഹേവ്സ് ലൈക്ക് ദിസ്. ഇമാജിൻ വെൻ യുവർ ഐഡൻറ്റിറ്റി ബിക്കംസ് എ സ്ലർ. ഈ ശമരിയക്കാർത്തി സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഐഡൻറ്റിറ്റി ആ കാലഘട്ടത്തിൽ ഒരു ചീത്തവാക്കായിരുന്നു. It was a slur. She was born into that shameful past. Not of her own choosing, but she was born into that. അത് മാത്രമല്ല, ഏതാണ്ട് കർത്താവിൻ്റെ കാലത്തിന് ഏതോ 100 വർഷം മുമ്പ് യഹൂദയിൽ അഗെയിൻ മത്തായി സുവിശേഷം ആരംഭിക്കുമ്പോൾ അവിടെ നമ്മൾ ഹെരോദ് രാജാവിനെ കാണുന്നു. ജസ്റ്റ് വായിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക എവിടെ നിന്നാണ് ഈ ഹെരോദ് രാജാവ് വന്നത്? ദാവീദിൻ്റെ ലൈനുള്ള ദാറ്റ് വാസ് ദ കിങ്ലി ലൈൻ ഫ്രം വേർ ഇറ്റ്. ഈ 400 വർഷത്തിനിടയിൽ പല ഡൈനാസ്റ്റീസും യഹൂദയിലുമാണ്. ആ കൂട്ടത്തിൽ ഹെരോദിന് മുമ്പുണ്ടായിരുന്ന ഹെസ്മോണിയൻ ഡൈനസ്റ്റി. ഹെസ്മോണിയൻ ഡൈനസ്റ്റി കർത്താവിന് 100 വർഷം മുമ്പ് അന്നത്തെ യഹൂദന്മാരുടെ മഹാപുരോഹിതനായിരുന്ന ജോൺ ഹിർക്കാനസ്, അദ്ദേഹം ഈ ശമരിയെ ആക്രമിച്ച് അവരുടെ ദേവാലയം യഹൂദന്മാർ നശിപ്പിച്ചു കളഞ്ഞു. അതുമാത്രമല്ല, ഈ യഹൂദന്മാർക്ക് വളരെ പൊളിറ്റിക്കൽ പവറും പ്രിവിലേജും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശമരിയക്കാരെ ദേ സബ്ജുഗേറ്റഡ്. അതുകൊണ്ടാണ് ഇവള് കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് എന്താ? യജമാനനെ, സർ. By that time they were looked down and the Jews had established themselves as the superior race. ഈ ഒരു ചരിത്രത്തിലേക്ക് 100 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ദേവാലയം പോലും നശിപ്പിച്ച് കളഞ്ഞ യഹൂദന്മാരും ശമരിയക്കാരും ഇന്ന് അവർ അതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ട്രാവൽ ചെയ്യുന്ന ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, നീ എന്തുകൊണ്ട് യഹൂദൻ ശമരിയക്കാരോട് സംസാരിക്കുക പോലുമില്ല. പക്ഷേ ഇവളുടെ ഷോക്ക്, അതിനേക്കാളും വലിയ ഷോക്ക് എന്താണ് നാം വായിച്ചത്? നീ എന്നോട് എങ്ങനെ വെള്ളം ചോദിക്കുന്നത്? കാരണം അതിൻ്റെ ബ്രാക്കറ്റിൽ 9-ാം വാക്യത്തിൻ്റെ ബ്രാക്കറ്റിൽ പാരന്തസിസിൽ യോഹന്നാൻ രേഖപ്പെടുന്നുണ്ട്, ഫോർ ദ ജ്യൂസ് ഹാവ് നോ ഡീലിങ്സ് വിത്ത് സമാരിറ്റൻസ്. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കുകയാണെങ്കിൽ ചില ഇംഗ്ലീഷ് ബൈബിൾ താഴെ കൊടുത്തിട്ടുണ്ട് ഓർ, അഥവാ യഹൂദന്മാരും ശമരിയക്കാരും ഒരു പാത്രം പങ്കിടില്ലായിരുന്നു. They would not share a vessel. ഇവന് വെള്ളം കൊടുക്കണമെങ്കിൽ ഒരേ പാത്രം പങ്കിടണം. ഇത് കേട്ടപ്പോൾ ഇവൾ ഞെട്ടിപ്പോയി. How is it that you, a Jew, ask for a drink from me, a woman of Samaria? ഒരു വളരെ പോപ്പുലർ കോട്ടാണ്. പലപ്പോഴും നാം we often say this, if you are born poor, it's not your fault, but if you die poor, it's your mistake. Appealing ആണ് in a general sense. Think about it, it's a false statement. We are not all born to the same rank of privileges. Some are born with, അതായത് the starting points are not the same. The starting points, we don't all start the race on the same starting points. ഇവളെ സംബന്ധിച്ച് ഇവളുടെ ഐഡൻറ്റിറ്റി ഒന്ന് നോക്കിക്കേ. ഇവൾ ശമരിയക്കാരത്തിയാണ്. ശമരിയൻ്റെ ആ ഒരു കേഴ്സ്ഡ് ഐഡൻറ്റിറ്റി ഉണ്ട്. 2, ഇവള് ഷീ ഈസ് എ വുമൻ. നേരത്തെ നാം സ്ത്രീകളെ പറ്റി നമ്മുടെ നാട്ടിലുള്ള ചൊല്ലുകൾ കേട്ടു. യഹൂദൻ രാവിലെ എഴുന്നേറ്റാൽ ഒരു യഹൂദൻ പ്രാർത്ഥിക്കുന്നത്, എന്നെ ഒരു സ്ത്രീയായിട്ട് സൃഷ്ടിക്കാത്തതിന് യഹോവേ നിനക്ക് നന്ദി. അത്രയ്ക്ക് ആൻറ്റി വിമൻ അല്ലെങ്കിൽ മെയിൽ ഷോവനിസം നിലനിന്ന ഒരു കാലഘട്ടത്തിൽ, സ്ത്രീ എന്ന് പറയുമ്പോൾ അവളെ ഡീഹ്യൂമനൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ, ശമരിയക്കാരത്തി എന്ന നിലയിൽ ഷീ ഈസ് ഡീഹ്യൂമനൈസ്ഡ്. ആസ് എ വുമൻ ഓൾസോ ഷീ ഈസ് ഡീഹ്യൂമനൈസ്ഡ്. ശമരിയക്കാരുടെ കൂട്ടത്തിൽ നോക്കിയാലോ, ഇവൾ അവരോടുകൂടെ വന്ന് വെള്ളം കോരുവാൻ വരികയല്ല. ഷീ ഈസ് അവോയ്ഡിങ് എനി ചാറ്റർ, എനി ക്വസ്റ്റ്യൻസ്, ആൻഡ് ഷീ ഈസ് കമ്മിങ് അലോൺ. ഷീ ഈസ്, ഇന്നത്തെ ഒരു ആധുനിക ഭാഷയിൽ പറഞ്ഞ, her identity is an intersection of all these things. ഈ പല കാര്യങ്ങളുടെ ഇൻ്റർസെക്ഷൻ ആണ് ഇവളുടെ ഐഡൻറ്റിറ്റി. ഇന്ന് ഈ ഒരു ഐഡൻറ്റിറ്റി പ്രോബ്ലം നമ്മളെക്കാട്ടിലും അധികം, ഞാൻ പറയട്ടെ, സഭകളിലൊന്നും ഇന്നധികം ഈ വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ, സഭ സംസാരിച്ചില്ലെങ്കിലും സഭയ്ക്ക് പുറത്തൊരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്.
പണ്ട് പാശ്ചാത്യ ലോകത്തിൽ ബോബ് മാർലിയുടെ പാട്ടുകൾ അത്രയും ഹിറ്റാകുകയും ഇന്ന് കേരളത്തിൽ വേടനൊരു തരംഗമാകുമ്പോൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. കാരണം ഇതിനെ ഒരു ബിബ്ലിക്കൽ ജസ്റ്റിസുമായിട്ട് കൗണ്ടർ ചെയ്തില്ലെങ്കിൽ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഈസ് എ നാച്ചുറൽ ഔട്ട്കം. I hope you are not offended with it. This is the product of its own time. പക്ഷേ പൊളിറ്റിക്കലി നോക്കിയാൽ രണ്ട് തട്ടുകളിൽ, ലെഫ്റ്റ് റൈറ്റ് എന്ന് നാം വിളിക്കുന്ന ബൈപാർട്ടിസൺ രണ്ട് തട്ടുകളിലും ഇതിന് കൊടുക്കുന്ന റെസ്പോൺസുകൾ ഞാൻ വേഗത്തിൽ ഒന്ന് നാവിഗേറ്റ് ചെയ്തിട്ട് I will come to the final solution, that the only solution that will work. What is the right wing response? അല്ലെങ്കിൽ വലതുപക്ഷം എന്ന് ജനറലി, ഞാൻ വലതുപക്ഷം എന്ന് പറയുമ്പോഴത്തേന് BJP കോൺഗ്രസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി ലെഫ്റ്റ് ഓർ റൈറ്റ്. What is the right wing response to this brokenness? So if you carefully look at the world, ലോകത്തിൽ പ്രിവിലേജ് ഉണ്ട്. There are people who are born with privilege, there are people who stand with economic privilege, social privilege, and there are people who are downtrodden or people who are on the lower rank of privilege. What is the right wing? ഇതിന് ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു മറുപടി ചാർലി കിർക്ക് എന്ന കൺസർവേറ്റീവ് ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിൻ്റെ ഒരു കോളേജ് ക്യാമ്പസിൽ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, there is no such thing as white privilege. In the West, ഇവിടെ നമ്മൾ കാസ്റ്റ് പ്രിവിലേജ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ അവർ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതാണ് വൈറ്റ് പ്രിവിലേജ്. There is no such thing as white privilege. Charlie Kirk was a fantastic spokesman for the Christian faith in college campuses, നിങ്ങൾക്കറിയാം. പക്ഷേ at the same time he was also speaking for a political side. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ദർ ഇസ് നോ സച്ച് തിങ് ആസ് വൈറ്റ് പ്രിവിലേജ് എന്ന് പറയുമ്പോൾ എന്നിട്ട് അദ്ദേഹം അടുത്ത വാചകം പറഞ്ഞു ദർ ഇസ് നോ സച്ച് തിങ് ആസ് റേസിസം. എന്നിട്ടൊന്ന് ക്വാളിഫൈ ചെയ്ത് പറഞ്ഞ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് സിസ്റ്റമിക് റേസിസം. പാപത്തിൻ്റെ പ്രൊഡക്റ്റാണ് റേസിസം അല്ലെങ്കിൽ കാസ്റ്റിസം. ഓൾ ദീസ് ബ്രോക്കൺനെസ്, ഇന്ന് നാം കാണുന്ന എല്ലാ ഗ്രൂപ്പിസങ്ങളും എന്തിൻ്റെ പ്രൊഡക്റ്റാണ്? പാപത്തിൻ്റെ പ്രൊഡക്റ്റാണ്. അതില്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നാം അറിയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, പാപത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ നമുക്കില്ല. പക്ഷേ സമൂഹത്തെ നിരീക്ഷിക്കുന്ന ഏവനും അറിയാം ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. സിസ്റ്റമിക് റേസിസം എന്ന് വെച്ചാൽ എന്താ? ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഡു യു പ്രൊഫൈൽ പീപ്പിൾ ബേസ്ഡ് ഓൺ ദെയർ ഐഡൻറ്റിറ്റി? നിങ്ങളൊന്ന് ഇന്നത്തെ ജസ്റ്റിസ് സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വന്ന വിധികളൊക്കെ ഒന്ന് നമുക്ക് കേൾക്കുന്ന വാർത്തകളൊക്കെ ഒന്ന് കണ്ടിട്ട് ചോദിക്കണം. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സിവിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആദ്യം കിട്ടുമ്പോൾ ഇതെല്ലാം വായിക്കുമ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത്, ഓ ദീസ് സ്ട്രക്ചേഴ്സ് ആർ വെരി ജസ്റ്റ്, ദീസ് സ്ട്രക്ചേഴ്സ് ആർ വെരി ഫെയർ. പക്ഷേ അങ്ങനത്തെ ഒരു ലോകത്താണോ നാം ജീവിക്കുന്നത്? The systems of the world is corrupted with sin. If the systems of the world is corrupted with sin, these brokenness is a product of it. So that is the right wing response, generally to be blind to privilege. Generally to be blind to privilege. എന്താണ് ലെഫ്റ്റ് വിങ് റെസ്പോൺസ്? ലെഫ്റ്റ് വിങ് റെസ്പോൺസ് ആണ് ഇതിനെ തിയോററ്റിക്കലി അനലൈസ് ചെയ്യുക. മെയിൽ പ്രിവിലേജ്, വൈറ്റ് പ്രിവിലേജ്, കാസ്റ്റ് പ്രിവിലേജ്, എന്നിട്ട് ഓരോ തട്ടുകളിലേക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു വിക്ടിം സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി മുൻപോട്ട് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ വേടൻ പോലുള്ള ഫിനോമിനൻസ് അവരുടെ എല്ലാം ഇന്ന് he got the Kerala State Award for the best lyricist. എന്തുകൊണ്ടാണ് വേടൻ്റെ വരികൾ ഒരു വലിയ സമൂഹം ഇന്നും ഏറ്റുപാടുന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവിടെ there is a philosophy that is being invoked. What it does is that ഡീപ്പ് സീറ്റഡ് ആയി കിടക്കുന്ന ചില ഐഡൻറ്റിറ്റികളെ തട്ടി ഉണർത്തുകയാണ്. ഹിസ്റ്റോറിക്കലായി കിടക്കുന്ന ചില ഐഡൻറ്റിറ്റികളെ തട്ടി ഉണർത്തുകയാണ് ലെഫ്റ്റ് വിങ് ഫിലോസഫി ചെയ്യാറ്. ഒരു വിക്ടിം വേഴ്സസ് ഒപ്രസർ. എന്താണ് ലെഫ്റ്റ് വിങ് ഈ ഒരു ഐഡിയോളജിയുടെ കേന്ദ്രം അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിസ്? കാൾ മാർക്സ് ആണ് ആദ്യം ഇക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറഞ്ഞത് ബൂർഷ്വാസികളും തൊഴിലാളി വർഗവും, അതായത് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. ഈ ലോകത്തിൽ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷേ മാർക്സ് കഴിഞ്ഞ് ഇന്ന് കൾച്ചറൽ മാർക്സിസം വന്നപ്പോൾ അത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഓരോ വിഷയങ്ങളിലും ഉള്ളവരും ഇല്ലാത്തവരും, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, വിക്ടിം വേഴ്സസ് ഒപ്രസർ എന്ന നറേറ്റീവ് മെയിൻ സ്ട്രീമായി.
ഞാൻ ഈ പാട്ട് അല്ലെങ്കിൽ ബോബ് മാർലിയുടെയും ബേറിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചിന്തിക്കണം, സ്കോട്ടിഷ് രാഷ്ട്രീയക്കാരനും ചിന്തകനുമായിരുന്ന ആൻഡ്രൂ ഫ്ലെച്ചർ പറഞ്ഞ പോലെ, that I don't care who writes the laws of the nation, I will write its songs. ഈ രാഷ്ട്രത്തിലെ നിയമങ്ങൾ ആരെഴുതുന്നു എന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഇവർ പാടുന്ന പാട്ടുകൾ ഞാൻ എഴുതിക്കോളാം. കാരണം ഇന്ന് പാടുന്ന പാട്ടുകളാണ് നാളെ രാഷ്ട്രത്തെ ചലിപ്പിക്കുന്ന നിയമങ്ങളും മൂവ്മെൻറ്റുകളായി തീരുന്നത്. So this is, on the one side there is a denial of privilege and or this brokenness. On the other side ഈ ബ്രോക്കൺനെസ് സെൻറ്റഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റികൾ രൂപപ്പെട്ടു വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കണം, ന്യൂസിലൻഡിൽ അവർ ഹക്ക ഡാൻസ് ചെയ്യുമ്പോൾ ഒരു റിട്രീറ്റാണ് നടത്തുന്നത്. ക്രിസ്ത്യാനിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്ന് മനുഷ്യൻ തിരിച്ച് ട്രൈബലിസത്തിലേക്കും ഗ്രൂപ്പ് ഐഡൻറ്റിറ്റീസിലേക്കും, പണ്ട് ബാബേൽ ഗോപുരം വീണപ്പോൾ ചിതറിക്കപ്പെട്ട പോലെ ഇന്നും മനുഷ്യൻ വീണ്ടും ചിതറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ കർത്താവിൻ്റെ റെസ്പോൺസ് ഒന്ന് നോക്കുക. കർത്താവ് ഒരു യഹൂദനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അവൻ ആ ഒരു ഐഡൻറ്റിറ്റി വെയർ ചെയ്യുന്നുണ്ട്, അതവൻ നിഷേധിക്കുന്നില്ല. താഴോട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനത് പാരഫ്രൈസ് ചെയ്താൽ പറയും, ഞങ്ങൾ യഹൂദന്മാരിൽ നിന്നാണ് മെഷിക വരുന്നത്. സാൽവേഷൻ കംസ് ഫ്രം അസ്. നിങ്ങൾക്കറിയാത്തതിനെ നിങ്ങൾക്ക് അറിവില്ലാത്തതിനെ നിങ്ങൾ ആരാധിക്കുന്നു, നിങ്ങൾ നമസ്കരിക്കുന്നു, ഞങ്ങളോ. സോ ഹീ ഈസ് അക്നോളജിങ് ദിസ് ഡിസ്റ്റിങ്ഷൻ. ഞാൻ ഈ മോഡേൺ ടേംസ് ആണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഐ ഹോപ്പ് യു ആർ ഓൺ ട്രാക്ക്. ഹീ ഈസ് അക്നോളജിങ്, ഹീ ഈസ് നോട്ട് ഡിനൈയിങ് പ്രിവിലേജ്, ഹീ ഈസ് അക്നോളജിങ് ദാറ്റ് ദിസ് ബ്രോക്കൺനെസ് ഈസ് എ റിയൽ തിങ്. അത് കർത്താവ് ഒരിക്കലും നിഷേധിക്കുന്നില്ല. കർത്താവിൻ്റെ ഞാൻ പറഞ്ഞ പോലെ നിക്കോദിമോസിനോട് സംസാരിക്കുകയും ശമര്യക്കാരത്തി സ്ത്രീയോട് സംസാരിക്കുകയും ഫരീശന്മാരോട് സംസാരിക്കുകയും ചുങ്കക്കാരുടെ കൂടെ ഈ ഇരു കൂട്ടരോടുകൂടെ സന്ധ്യ അത്താഴത്തിന് ഇരുന്ന ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. ടു ബോത്ത് എക്സ്ട്രീംസ്, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. അപ്പോൾ ഹീ അക്നോളജസ് ഇറ്റ്, ബട്ട് സെക്കൻഡ്, he also does not do it the left wing way. He does not allow her victimhood to define her. ഇവളോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇവൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അയ്യോ ഞാനൊരു ശമര്യക്കാരത്തി സ്ത്രീയാണ്. പിന്നീട് ഇവളുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അങ്ങോട്ട് പറയുമ്പോൾ she is, you understand that she is trapped or she is a victim of her past, both individual past as well as her collective past. പക്ഷേ കർത്താവ് പയ്യെ, ഇതൊരു ദീർഘ കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഈ വായിക്കുന്ന ഭാഗങ്ങളൊക്കെ ചില കോട്ടുകൾ മാത്രം എടുത്താണ്. കാരണം ശിഷ്യന്മാർ ദൂരെ പോയി, അവർ മടങ്ങി വരുമ്പോൾ തീരുന്ന ഇത്രയും ദീർഘമായ ഒരു കോൺവെർസേഷൻ ആയിരുന്നു ദിസ് പർട്ടിക്കുലർ കോൺവെർസേഷൻ. അപ്പോൾ പല കാര്യങ്ങൾ സംസാരിച്ച് കാണും. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് കുടിപ്പാനൊരു ഐ വിൽ ഗിവ് യു വാട്ടർ which will never make you thirst. കാരണം ഇവളുടെ പ്രശ്നം എന്താ? എന്നും വെള്ളം കോരാൻ വരണം. കർത്താവ് പറഞ്ഞ്, ഞാൻ നിനക്ക് മറ്റൊരു വെള്ളം തരാം. അത് സോൾവ് ചെയ്യുന്ന നിൻ്റെ ദാഹത്തെ. ഇവൾക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവൾക്കുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ കാണണം അല്ലേ? കൂട്ടമായിട്ട് വന്ന് വെള്ളം കോരുവാൻ മടിച്ച സ്ത്രീ പിന്നീട് പട്ടണത്തിലേക്ക് പോയി അവിടെ ഒരു സാക്ഷിയായി തീർന്ന് ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിച്ചു. ജീസസ് said, I will give you something inward. From you that water will flow out as waters of eternal life. പാപം മൂലം ഈദൻ തോട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ട നിത്യജീവൻ മടക്കി കൊടുക്കുന്ന നല്ല ഇടയനായി വന്നവൻ പറയുകയാണ്, ഞാൻ നിനക്ക് ആ നിത്യജീവൻ നൽകാമെന്നേ. ഈ അടിസ്ഥാന പ്രശ്നമായ പാപത്തെ he hit the nail on its head. ഇവള് പിന്നെയും ഗ്രൂപ്പ് ഐഡന്റിറ്റീസ് പറയുകയാണ്. നിങ്ങൾ പറയുന്നത് യെരൂശലേമിൽ ആരാധിക്കണം, നമസ്കരിക്കണം. ഞങ്ങൾ പറയുന്നത് ഈ മലയിൽ, we are saying this mountain and that mountain. കർത്താവ് താഴോട്ട് വരുമ്പോൾ from verse 20 onwards നിങ്ങൾക്ക് ആ സംഭാഷണം കാണുവാൻ കഴിയും. കർത്താവ് പറയുന്നത്, the hour is coming. സ്ത്രീയെ, ഞാൻ പറയുന്ന വാക്ക് വിശ്വസിക്കുക, നാഴിക വരുന്നു, ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല, പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നമസ്കരിക്കുന്ന ഒരു കാലം, ഒരു നാഴിക വരുന്നു എന്ന് കർത്താവ് ഒരു വളരെ I think if I were to picturize it, this is a very very radical revolutionary prophecy. കർത്താവ് സഭയെ പറ്റി പറയുകയാണ്, ഒരു നാഴിക വരുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പിന്നീട് പറഞ്ഞു. പക്ഷേ
ആദ്യമായിട്ട് അവൻ സഭയെ പറ്റിയുള്ള വെളിപ്പാട്, യഹൂദന് മശിഹയായി വന്നവൻ സഭയെ പറ്റിയുള്ള ആദ്യത്തെ വെളിപ്പാട് കൊടുത്തിയത് പുറം ജാതിക്കാരിയായ ഈ ശമരിയക്കാർത്തി സ്ത്രീക്കായിരുന്നു. താഴോട്ട് വായിച്ചു വരുമ്പോൾ നീ അന്വേഷിക്കുന്ന മശിഹ ഞാനാണെന്ന് അതും ആദ്യമായിട്ട് he presented himself, his identity to this outcast. ഞാൻ ഈ ഒരു ഭാഗത്തിലേക്ക് I will come back, neither on this mountain nor on the other. എന്നാൽ ഈ ഞാൻ as I mentioned, this identity, Samaritan എന്ന ഐഡൻറ്റിറ്റി അന്ന് വളരെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സ്വത്വബോധമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങുവാൻ പോകുന്ന സമയം നോക്കിയാണ്, അല്ലെങ്കിൽ ഐ തിങ്ക് ദിസ് വാസ് കർത്താവിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു. ശിഷ്യന്മാരെ ഒഴിവാക്കിയിട്ടായിരുന്നു ഈ സ്ത്രീയുമായിട്ട് കർത്താവ് സംസാരിച്ചത്. നാം വായിക്കുന്നത് ശിഷ്യന്മാർ മടങ്ങി വന്ന് ഇവൻ ഈ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ദേവർ അമേസ്ഡ് എന്ന് നാം വായിക്കുന്നത്. കാരണം ഇവനൊരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നത് തന്നെ ഈസ് ഷോക്കിംഗ്. ബട്ട് ഈസ് നോട്ട് ഓൺലി ജസ്റ്റ് സ്പീക്കിംഗ് ടു എ വുമൻ, ഹി ഈസ് സ്പീക്കിംഗ് ടു എ സമാരിറ്റൻ വുമൻ. നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 51 മുതൽ വായിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നൊരു ഭാഗം നാം കാണുന്നുണ്ട്. തീ ഇറങ്ങി വന്ന് ഈ ശമരിയെ നശിപ്പിച്ച് കളയട്ടെ എന്ന് ആഗ്രഹിച്ച കൂട്ടരാണ് ഈ യഹൂദന്മാരായ ശിഷ്യന്മാർ. അവർക്കൊരിക്കലും കർത്താവ് ഈ സ്ത്രീയുമായിട്ട് ശമരിയക്കാരുമായിട്ട് സംസാരിക്കുന്നത് they would never tolerate it. So അതുകൊണ്ട് തന്നെ while they were away, Jesus has this conversation. ലൂക്കോസ് തന്നെ അടുത്ത അധ്യായം 10-ാം അധ്യായത്തിൽ പറയുന്നൊരു ലോകത്തെ അല്ലെങ്കിൽ ആർട്ട് മ്യൂസിക്കിനെ ഒക്കെ അധികം സ്വാധീനിച്ച ഒരു ഉപമ ഈ ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. 10-ാം അധ്യായം 25-ാം വാക്യം മുതൽ ഒരു ശാസ്ത്രി വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, നല്ല ഗുരു or teacher, what shall I do to inherit eternal life? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ് ന്യായപ്രമാണം പറയുന്നത്? യു നോ ഇറ്റ്. മറുപടിയായിട്ട് ഇവൻ പറയുന്നത് രണ്ട് പ്രമാണങ്ങളാണ്, 2 കമാൻഡ്മെൻറ്റ്സ്. വൺ ഇസ് ലവ് ഗോഡ്, സെക്കൻഡ് ഇസ് ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. ലവ് ഗോഡ് ആൻഡ് ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. ആക്ച്വലി ഈ ഭാഗം നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കർത്താവിനോട് തന്നെ പല വേദപണ്ഡിതാക്കന്മാർ പറയുന്നത് ഈ അതേ ശാസ്ത്രി തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു ശാസ്ത്രി വന്ന് ചോദിച്ചു, വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ്? കർത്താവ് എന്താ പറഞ്ഞത്? ഒരു കമാൻഡ്മെൻ്റ് ആണോ പറഞ്ഞത്? ജീസസ് സെഡ് ലവ് ഗോഡ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കമാൻഡ്മെൻറ്റ്. ദ സെക്കൻഡ് വൺ ഇസ് ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. അപ്പോൾ അതേ ശാസ്ത്രി തന്നെ ആയിരിക്കണം ഇവിടെയും വന്നത്. കാരണം ഉത്തരത്തിൽ അവൻ അതേ രണ്ട് പ്രമാണങ്ങൾ പറയുന്നുണ്ട്, ലവ് ഗോഡ് ആൻഡ് ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. സി, ക്രിസ്ത്യാനിറ്റിയിൽ ദ ബിബ്ലിക്കൽ ജസ്റ്റിസും ലോകം പറയുന്ന സോഷ്യൽ ജസ്റ്റിസും തമ്മിലുള്ള ഏറ്റവും പ്രോമിനൻറ്റ് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സോഷ്യൽ ജസ്റ്റിസ് ഈസ് ഹൈപ്പർ ഫോക്കസ്ഡ് ഓർ ഓൺലി ഫോക്കസ്ഡ് ഓൺ ദ സെക്കൻഡ് കമാൻഡ്മെൻറ്റ്, ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. വളരെയധികം കേൾക്കുന്ന പദമല്ലേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അല്ലേ? ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന പദത്തിൻ്റെ ഒറിജിൻ ഞാനൊന്ന് തപ്പി നോക്കി, എവിടെ നിന്നാണ് ഈ പദം വന്നത്. ഇന്ന് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന പദമാണ്. ഇന്നേക്കൊരു 100 വർഷം മുമ്പ് 1923 ന്യൂയോർക്ക് ടൈംസിൽ അവർ ഈ പദം when they use this word, they said that the Nazi regime, ജർമ്മനിയിലെ നാസി റജീം, they filtered the journalists to see if they were politically correct. അതായത് ഒരു പൊളിറ്റിക്കൽ ആശയം ഹാർഡ് ലൈനായിട്ട് ബിലീവ് ചെയ്യുകയും പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാൻ മനസ്സുള്ളവനായിരുന്നു പൊളിറ്റിക്കലി കറക്റ്റ്. പക്ഷേ ആ ഡെഫിനേഷനാണോ ഇന്ന് യൂസ് ചെയ്യുന്നത്? അല്ല, മറിച്ച് പൊളിറ്റിക്കലി ചിലതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. തോട്ട് പോലീസിങ്, ലാംഗ്വേജ് പോലീസിങ്, ഇവയെല്ലാം ചെയ്യുന്നത് എന്താ? യു ആർ ട്രൈയിങ് ടു കറക്റ്റ് സംതിങ് ത്രൂ ബീങ് പൊളിറ്റിക്കലി ചാർജ്. നമ്മൾ പറയും ഇന്നത്തെ പിള്ളേർക്ക് പൊളിറ്റിക്സ് ഇല്ല. അല്ല, അവർ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ബോധമുള്ള ഒരു തലമുറയാണ് ജെൻസീസ്. കാരണം എന്ത് പറഞ്ഞാലും ഒരു റെഡ് ഫ്ലാഗ് ഉന്നയിക്കാൻ തക്ക ഒരു പൊളിറ്റിക്കൽ ബോധം അവരുടെ ഉള്ളിൽ ഉദിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും നാം കണ്ടത് എന്താ? ആഫ്റ്റർ വെരി പോപ്പുലർ വേർഡ് ഇറ്റ് കെയിം, അവളോടൊപ്പം എന്ന് പറയുന്ന ഒരു #ട്രെൻഡായി.
ഈ അവളോടൊപ്പം എന്ന് പറയുമ്പോൾ ആ സ്ത്രീയോടൊപ്പം എന്ന് മാത്രമല്ല ഇന്നത്തെ തലമുറ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ വിക്ടിംസിനോട് കൂടെയാണ്, ഇരകളോടൊപ്പമാണ്. ദാറ്റ് സോർട്ട് ഓഫ് കാരണം ഇതെല്ലാം ഈ പൊളിറ്റിക്സ് നടക്കുന്നത് തെരുവുകളിലും പത്രങ്ങളിലും മാത്രമല്ല. ഈ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസം പ്രശ്നം എന്താ? ഈ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം എൻഡ്സ് ഓൺലൈൻ. ഇറ്റ് സ്റ്റാർട്ട്സ് ഓൺലൈൻ, ഇറ്റ് എൻഡ്സ് ഓൺലൈൻ. Because the focus is that you want to do something for your neighbor. പക്ഷേ ബിബ്ലിക്കൽ ജസ്റ്റിസിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ലവ് ഗോഡ്, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രമേ നിനക്ക് നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ കഴിയുള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് വേഗത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താണ് ആദ്യത്തെ മനുഷ്യനെ വിളിച്ചത്? ആദം. ആദ്യത്തെ സ്ത്രീയെയോ? ഹവ്വ. ആദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? What is the meaning of Adam? മനുഷ്യൻ. ഹവ്വയെന്നോ? ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ എന്ന് അവന് നാമമിട്ട ഒരേ ഒരു ലോകവീക്ഷണമേ ഉള്ളൂ, അത് ബിബ്ലിക്കൽ വേൾഡ് വ്യൂ ആണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരേ ഒരു വേൾഡ് വ്യൂ ഉള്ളു, അത് ബിബ്ലിക്കൽ വേൾഡ് വ്യൂ ആണ്. താരതമ്യപ്പെടുത്തി ഞാൻ പറഞ്ഞാൽ, നമ്മുടെ ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഐഡിയോളജി തന്നെ നോക്കിയാൽ മതി. എല്ലാ ഐഡിയോളജിയിലും ദി സിറ്റുവേഷൻ ഇസ് സെയിം. ബ്രഹ്മന്റെ വായിൽ നിന്നും ബ്രാഹ്മണരെ സൃഷ്ടിച്ചു, തോളിൽ നിന്നു ക്ഷത്രിയനെ സൃഷ്ടിച്ചു, തുടയിൽ നിന്ന് വൈശ്യനെയും കാൽപാദത്തിൽ നിന്നും ശൂദ്രനെയും. ഇവയിലൊന്നും ദൈവത്തിൻ്റെ ഫോമിൽപ്പെടാത്ത ഒരു വലിയൊരു സമൂഹത്തെ പേര് പോലും വിളിക്കാതെ അവരെ അൺടച്ചബിൾസ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇതിൽ നിന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ എല്ലാ മനുഷ്യരും, എവ്രി സിംഗിൾ മാൻ ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പ്രഖ്യാപിച്ച only world view historically around cultures across time is the first page of the Bible. ബൈബിളിൻ്റെ ആദ്യത്തെ താളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മോശ എഴുതി വെച്ചു, ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. വളർന്നു വന്ന എല്ലാ മതങ്ങളും നിരീശ്വരവാദം ഉൾപ്പെടെ ആ തത്വത്തെയാണ് ഖണ്ഡിച്ചത്. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് ഇവോൾവ് ആയി വന്ന എന്ന ആശയം പോലും ഖണ്ഡിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യമെന്ന ഉത്ബോധത്തെയാണ്. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ 10ാം ക്ലാസ്സിൽ ഞങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കുന്ന വാചകമായിരുന്നു തോമസ് ജെഫർസൺ എഴുതിയ ആദ്യത്തെ പാരഗ്രാഫ്. വി ഹോൾഡ് ദീസ് ട്രൂത്ത്സ് to be self-evident that all men are created equal. അർത്ഥാത് ഈ സത്യം തെളിയിക്കപ്പെടേണ്ട ഒന്നല്ല, സെൽഫ് എവിഡൻ്റ് ആയിട്ട് എല്ലാ മനുഷ്യർക്കും ഉള്ളിലുള്ളൊരു ബോധ്യമായിട്ട് നിലനിൽക്കുന്ന സത്യമാണ് എല്ലാ മനുഷ്യരും തുല്യരാണെന്ന്. ആണോ? എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള ബോധം ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തിൻ്റെ ചില വിഷ്വൽസ് ഞാൻ കണ്ടപ്പോൾ, ആ രാം നാരായൺ എന്ന് പറയുന്ന മനുഷ്യനെ പാലക്കാട് മോബ് വയലൻസിൻ്റെ സംഭവം ഞാൻ വായിച്ചപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഞാൻ പലത് കണ്ടു. സം സെഡ് ദാറ്റ് സയൻറ്റിഫിക് ടെമ്പറും സയൻറ്റിഫിക് വാല്യൂസുമുള്ള സൊസൈറ്റി നമുക്ക് വേണം. മതങ്ങൾ തള്ളിക്കളഞ്ഞ് സയൻറ്റിഫിക് വാല്യൂസ് ഉള്ള, സയൻസ് പറയുന്ന ഒരു സമൂഹം ക്യാൻ ഗീവ് അസ് ഇക്വാലിറ്റി. ഞാൻ ചോദിക്കട്ടെ, സയൻസ് വെച്ച് നിങ്ങൾ പരസ്പരം ഈക്വൽ ആണെന്ന് തെളിയിക്കുവാൻ കഴിയുമോ? സയൻസ് വെച്ച് നിങ്ങളും കൊല്ലപ്പെട്ട രാം നാരായണനും മധുവും എല്ലാം തുല്യരാണെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് സയൻസ് വെച്ച് തെളിയിക്കുവാൻ കഴിയുമോ? സയൻസ് വെച്ച് നോക്കിയാൽ IQs തമ്മിൽ വ്യത്യാസമുണ്ട്. സയൻസ് വെച്ച് നോക്കിയാൽ ഒബ്ജക്റ്റീവായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റീസ് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. സയൻസ് വെച്ച് നോക്കിയാൽ 100 മീറ്റർ ഓട്ടത്തിൽ എക്കാലത്തും പുരുഷനും സ്ത്രീയും തമ്മിൽ 2 സെക്കൻഡ് വ്യത്യാസം കാണും. വിത്ത് സയൻസ് ഒരിക്കലും നിങ്ങൾ തുല്യരാണെന്ന് തെളിയിക്കുവാൻ കഴിയില്ല. ഇന്നലെ ഇവിടെ പറഞ്ഞൊരു പേരുണ്ട്, റിച്ചാർഡ് ഡോക്കിൻസ് അല്ലേ? പാശ്ചാത്യ ലോകത്ത് നവനാസ്തികത ട്രെൻഡാക്കി മാറ്റിയ റിച്ചാർഡ് ഡോക്കിൻസ് ഇന്ന് നാസ്തികതയുടെ പ്രചാരകനായിട്ട് മുൻപന്തിയിലില്ല. അദ്ദേഹത്തിനെ വിളിക്കുന്ന കൾച്ചറൽ ക്രിസ്ത്യൻ എന്ന. എന്താ ഡോക്കിൻസ്? നാസ്തികൻ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഏത്തീസ് എന്ന് മാറി കൾച്ചറൽ ക്രിസ്ത്യൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താ? ഡോക്കിൻസ് തന്നെ കൈപൊള്ളിയ അവസ്ഥകൾ നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. പല കാര്യങ്ങളിലും സംസാരിച്ച്, ബയോളജിക്കലായിട്ട് സംസാരിച്ച്, ട്രാൻസ്ജെൻഡറിസത്തെ പറ്റിയൊക്കെ സംസാരിച്ച് കൈപൊള്ളിയ അവസ്ഥ ചില വർഷങ്ങൾക്ക് മുൻപുണ്ടായി. അദ്ദേഹം ഇന്ന് പറയുന്നത്
ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യങ്ങളും ക്രിസ്ത്യാനിറ്റിയുടെ ഐഡിയാസ് നമുക്ക് വേണം. പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യുന്ന മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു ബോറോ ഇറ്റ്, യു ക്യാൻ ഓൺലി ബോറോ ഇറ്റ് വിത്ത് ദിസ് തിയോളജി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വെറും ഒരു ശാസ്ത്രത്തിൻ്റെ ബേസിസിലല്ല ഡിഫൈൻ ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായമാണ് ഇന്ന് ആധുനിക ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കേന്ദ്ര ബിന്ദുവായി കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇഫ് യു ലുക്ക് അറ്റ് ദ കാസ്റ്റ് സിസ്റ്റം, അവിടെ ഇൻ ദ ഹിന്ദു തിയോളജി മനുഷ്യൻ ഒരിക്കലും സൃഷ്ടിക്കപ്പെടുന്നില്ല, ജാതികൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഓൺലി കാസ്റ്റ് ആർ ക്രിയേറ്റഡ് ഫ്രം ദ ഹെഡ്, ബ്രാഹ്മിൻസ് ഫ്രം ദ ചെസ്റ്റ്, ക്ഷത്രിയസ് ആൻഡ് സോ ഓൺ. ആൻഡ് ഈ ദൈവത്തിൻ്റെ ഫോമിൽ അല്ലാത്തൊരു കൂട്ടരും. ഇതിനെ നേരെ കോൺട്രാഡിക്റ്റ് ചെയ്തുകൊണ്ട് അന്നത്തെ ബാബിലോണിയൻ, ഗ്രക്കോ റോമൻ പിന്നീടാണ് വരുന്നത്, ബാബിലോണിയൻ, നോർഡിക് മിത്തോളജീസ് എല്ലാം ഇത്തിരി വീക്ഷണങ്ങൾ തന്നെ മുൻപോട്ട് വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് മോശ 1-ാം അധ്യായത്തിൽ അവയെ കണ്ണിച്ചുകൊണ്ട് എഴുതി, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് യുവർ പാസ്റ്റ്, ഇറ്റ് ഇസ് നോട്ട് യുവർ കമ്മ്യൂണിറ്റീസ്, ഇറ്റ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് യു ആർ ദ ഇമേജ് ഓഫ് ഗോഡ്. യു ആർ ഇമാഗോ ഡേയ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ശാസ്ത്രി അടുത്തൊരു ചോദിക്കുകയാണ്, ദിസ് ലോയർ ഇസ് ആസ്കിങ്, അല്ലേ, ഈ രണ്ട്, ദീസ് ആർ ദ ഗ്രേറ്റ് ടു കമാൻഡ്മെന്റ്സ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് മൈ നെയ്ബർ? എൻ്റെ അയൽക്കാരൻ ആരാണ്? ഇതിനുത്തരമായിട്ട് കർത്താവ് പറഞ്ഞ ഒരു ചെറിയ കഥയാണ് നാം ഇന്ന് പലവട്ടം ആവർത്തിച്ച് പറയുന്നത്, നല്ല ശമരിയക്കാരൻ്റെ ഉപമ. ഇവനൊരു യഹൂദ ശാസ്ത്രിയാണ് കേട്ടോ. ഈ ഉദ്ധരിക്കുന്ന ഭാഗം, ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നാണ് നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നത്. ലെവിറ്റിക്കസ് ചാപ്റ്റർ 19 വേഴ്സ് 17 ഓൺവേർഡ്സ്. ആ ഭാഗത്തിൽ പറയുന്നൊരു കാര്യമാണ്, നിന്റെ ജനത്തിൻ്റെ, സൺസ് ഓഫ് യുവർ ഓൺ പീപ്പിൾ, അതായത് നെയ്ബേഴ്സിനെ യഹൂദൻ കണ്ടത് എന്താ? സഹയഹൂദന്മാരായിരുന്നു അവരുടെ നെയ്ബേഴ്സ്. ഓൾദോ ദ ബിബ്ലിക്കൽ വിഷൻ വാസ് ബ്രോഡർ, പക്ഷെ അവരതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തും ആ രീതിയിൽ തന്നെയാണ്. യഹൂദൻ ടു ജൂസ്, ജൂസ് ആർ മൈ ബ്രദേഴ്സ്, മൈ നെയ്ബേഴ്സ്. പക്ഷേ നിങ്ങൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ ശാസ്ത്രി കർത്താവിനോട് മറുചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ഡീറ്റെയിലും കൂടെ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. ഇൻ ഓർഡർ ടു ജസ്റ്റിഫൈ ഹിംസെൽഫ്, വേഴ്സ് 29, അവനെ ന്യായീകരിക്കുവാൻ വേണ്ടി അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ നെയ്ബർ? പണ്ട് കായിൻ ചോദിച്ച ചോദ്യത്തിൻ്റെ അതേ മുഴക്കം തന്നെ, ആം ഐ മൈ ബ്രദേഴ്സ് കീപ്പർ, ഹൂ ഈസ് മൈ നെയ്ബർ? മറുപടി കർത്താവ് തിയറോട്ടിക്കലായിട്ടല്ല പറഞ്ഞേ, ഒരു നല്ല കഥയായിട്ടൊറ്റ. ലോകത്തിൽ മറ്റ് മതപണ്ഡിതാക്കന്മാരും മറ്റ് ഗുരുക്കന്മാരൊക്കെ ഉപമകളിൽ സംസാരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഉപമകളിൽ സംസാരിച്ചിട്ടുണ്ട്, ബുദ്ധൻ ഉപമകളിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഉപമകളുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അവരെല്ലാം ചെറു കഥകളും മോറൽസുമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്ന് സംസാരിച്ചപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉടനടിയായിട്ട് കഥകളിൽ മറുപടി പറഞ്ഞ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ഹീ സ്പോക്ക് വിത്ത് ഡിവൈൻ വിസ്ഡം. കർത്താവ് ഉടനടി ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറയുകയാണ്. ആ സ്റ്റോറി നമുക്കറിയാം. സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞു. ലേവ്യക്കാരൻ ആ വഴി പോയി, പുരോഹിതൻ ആ വഴി പോയി, ശമരിയക്കാരൻ വന്ന് ആ വഴി പോയി. ഇവനോട് ചോദിക്കുന്ന ചോദ്യം നോക്കിക്കേ, ഇവയിൽ ആരായിരുന്നു? ഹു അമോങ് ദീസ് വാസ് ദ ഗുഡ് നെയ്ബർ? അതിന് മറുപടിയായിട്ട് ഇവൻ ഒറ്റ വാക്കി പറഞ്ഞാൽ പോരെ? ശമരിയക്കാരെന്ന് പറഞ്ഞാൽ പോരെ? എന്താ അവൻ പറഞ്ഞേ? അവനോട് കരുണ കാണിച്ചവൻ, ദ വൺ ഹു ഷോഡ് ദിസ് മാൻ മേഴ്സി. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശമരിയക്കാരൻ എന്ന് പറഞ്ഞ ഒരു ചീത്ത വാക്കായിരുന്നു. ഇറ്റ് വാസ് എ സ്ലർ. യഹൂദൻ അവിടെ നാവിൽ പോലും എടുക്കാൻ മടിക്കുന്ന, അറക്കുന്ന ഒരു വാക്കായിരുന്നു ശമരിയക്കാർ.
അതുകൊണ്ട് തന്നെ ഇവൻ ആ ലോങ് ആൻസറിൽ മറുപടി പറഞ്ഞു. എന്നാൽ ഞാൻ അതിൻ്റെ ഫ്ലിപ്പ് സൈഡ് പറയട്ടെ. ഇന്ന് നിങ്ങൾ മെറിയൻ വെബ്സ്റ്ററോ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയോ ഏത് ഡിക്ഷണറിയിലും ശമരിയക്കാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം തേടിയാൽ നിങ്ങൾ അവിടെ വായിക്കും ആസ് എൻ എംബ്ലം ഓഫ് ജനറോസിറ്റി. ഈ ഒരു ഒറ്റ കഥയിൽ തന്നെ ഈ ഒരു ഐഡന്റിറ്റിയുടെ ലേബലിൻ്റെ അർത്ഥം എൻ്റെ കർത്താവ് മാറ്റി എഴുതി. ഇന്ന് ആധുനിക ഡിക്ഷണറീസിൽ ശമരിയക്കാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം മാറി. ഒരു സമൂഹത്തിൻ്റെ ഐഡന്റിറ്റി മാറ്റിയ ക്രിസ്തു, ഒരു സമൂഹത്തിൻ്റെ ലേബൽ മാറ്റിയ ക്രിസ്തു. Because these people were not considered as even a people. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ മോശയുടെ കീർത്തനമെന്ന് പറയുന്ന ആ ഭാഗത്ത് പറയുന്നൊരു ഭാഗമുണ്ട്. 32 verse 21, I will make them jealous by those who are not a people, a foolish nation. ജനമല്ലാത്തവർ എന്ന് വിശേഷിപ്പിക്കുന്ന foolish nation എന്നുള്ള ഒരു കേഴ്സ് ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ ജനമല്ലാത്തൊരു കൂട്ടരിൽ നിന്ന് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യും എന്ന് ഒരു പ്രൊഫറ്റിക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. മലാഖി തുടങ്ങിയ കർത്താവിൻ്റെ ആ ഒരു ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരിയഡിൽ ഈ നോട്ട് എ പീപ്പിൾ, ജനമല്ലാത്തവരെന്ന് ആ ഫൂളിഷ് നേഷൻ എന്ന പ്രയോഗം സിറാക്ക് പോലുള്ള വിസ്ഡം ലിറ്ററേച്ചറുകളിൽ സ്ഥിരമായിട്ട് ശമരിയക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ദാറ്റ് വാസ് ബീങ് യൂസ്ഡ്. സോ this identity was seen as a cursed identity. These people were seen as a cursed. അതുകൊണ്ട് തന്നെ the Jews never wanted to pass by this territory. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? സ്ത്രീയെ, ഞാൻ പറയുന്ന വാക്ക് വിശ്വസിക്കൂ. നാഴിക വരുന്നു, ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല, പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന ഒരു സമയം, a time is coming, not on this mountain nor in Jerusalem. True worshippers will worship in spirit and truth. എവിടെയാണ്? Where will that worship happen? യെരുശലേം ദേവാലയം, ആ മൗണ്ടൻ അല്ലെങ്കിൽ അവിടെ മനോഹരമായിട്ട് ഇപ്പോൾ ശമരിയയിൽ ഒരു ദേവാലയമില്ല, പക്ഷേ യെരുശലേമിൽ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ ഭംഗിയും അതിൻ്റെ ഔട്ട്വേർഡ് അപ്പിയറൻസും അവർണ്യമാണ്. അതുവഴി നടന്നു പോയപ്പോൾ കട്ടർ യഹൂദന്മാരായിരുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ്, ഈ ദേവാലയം നിൽക്കുന്നത് കണ്ടില്ലേ? ഈ മലയിൽ നിൽക്കുന്ന ഈ ദേവാലയം നശിക്കും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം അളവ് കൊണ്ടും വീതി കൊണ്ടും വിസ്താരം കൊണ്ടും അതിമനോഹരമായിരിക്കുന്ന ഈ ദേവാലയം നശിക്കും. എന്നാൽ അതേ കർത്താവ് മാറി നിന്നുകൊണ്ട് മറ്റൊന്ന് പറഞ്ഞ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കും, എന്നാൽ ഞാനോ മറ്റൊന്ന് പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. AD 70 കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം നശിച്ചു. പക്ഷേ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്ന പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതി, അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു. പക്ഷേ പത്രോസ് എഴുതി, ഞങ്ങളോ മൂലക്കല്ലായ ക്രിസ്തുവിൻ്റെ മേൽ ജീവനുള്ള കല്ലുകളായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നും ലോകമെമ്പാടും ട്രൈബുകളുടെയും കാസ്റ്റുകളുടെയും റേസുകളുടെയും കോണ്ടിനെൻറ്റുകളുടെയും അതിരുകളെ ഭേദിച്ചുകൊണ്ട് സുവിശേഷം ശക്തിയോട് ഘോഷിക്കപ്പെടുകയും മനുഷ്യനെ ഒന്നാക്കി തീർക്കുന്നതിൻ്റെയും കാരണം എന്താണെന്ന് അറിയാമോ? ബിക്കോസ് പണി ചെയ്യുന്ന അവനാണ്. ഹീ സെഡ്, ഐ വിൽ ബിൽഡ് നോട്ട് യുവർ ചർച്ച്, നോട്ട് ദാറ്റ് യു വിൽ ബിൽഡ് മൈ ചർച്ച്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ആൻഡ് ദാറ്റ് ചർച്ച് ഹീ ഈസ് ദ വൺ ഹു ഈസ് ബിൽഡിംഗ്. ഹീ ഈസ് ദ വൺ ഹു ഈസ് ദി ആർക്കിടെക്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ഗ്രേറ്റ് കമ്മീഷൻ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവിന് പറഞ്ഞാൽ പോരായിരുന്നു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് ലോകത്തിൻ്റെ അന്ത്യത്തോളം പോകാമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? ഫ്രം ജൂഡിയ, ജെറുസലേം ടു സമേരിയ, ഫസ്റ്റ് ടു സമേരിയ ആൻഡ് ദെൻ ടു ദി എൻഡ്സ് ഓഫ് ദ വേൾഡ്. ഫസ്റ്റ് ടു സമേരിയ. കാരണം ഏറ്റവും അവസാനം ഈ ശിഷ്യന്മാർ ശമരിയ വഴി പോയപ്പോൾ അവർ ആഗ്രഹിച്ചത് തീ വന്ന് ഈ പട്ടണങ്ങളെ ചുട്ടുകളയണമെന്ന് ആഗ്രഹിച്ച്, ഈ ശമരിയക്കാരെ ചുട്ടുകളയണമെന്ന് ആഗ്രഹിച്ച് ഈ കൂട്ടർ ശിഷ്യന്മാരിൽ 2 പേര്, പത്രോസും യോഹനാനും, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ അവർ ശമരിയയിലേക്ക് ചെന്നു. ഫിലിപ്പോസാണ് ആദ്യം ചെന്നു. ഫിലിപ്പോസ് ചെന്നു
once they received the word, the main men came there. എന്താ സംഭവിച്ചെന്ന് കേൾക്കണ്ടേ? ഇവർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, അതേ പരിശുദ്ധാത്മാവ് ഇവർ പെന്തക്കോസ്ത് നാളിൽ പ്രാപിച്ച് അതേ ആത്മാവ് ഇവരിലേക്ക് പകർന്നു. ഒരു കാര്യം ബോധ്യമായി, കർത്താവ് പണ്ട് ശമര്യക്കാരത്തി സ്ത്രീയോട് പറഞ്ഞാണ്, ആത്മാവിൽ ഒന്നിക്കുന്ന ഒരു കാഴ്ച. ആത്മാവിൽ അവർ ഒന്നിച്ചു. They worshipped in spirit and truth. ഫരീശരിൽ ഫരീശനായവൻ, ഇസ്രായേൽ ആദ്യത്തെ രാജാവിനെ സമ്മാനിച്ച് ബെന്യാമിൻ ഗോത്രക്കാരനായവൻ, ഗമാലിയലിന്റെ കാൽക്കീഴിൽ പഠിച്ച പൗലോസ് തന്നെ എഴുതിയല്ലോ, കുലീനന്മാരെ ലജ്ജിപ്പിപ്പാൻ അവൻ കുലഹീനമായതിനെ തിരഞ്ഞെടുത്തു. 1-ാം നൂറ്റാണ്ടിൽ ഇതൊരു വിപ്ലവമായിരുന്നു കേട്ടോ. നീ ഈ പാത്രം എനിക്ക് തന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ഈ പാത്രത്തിൽ നീ എങ്ങനെ ഭക്ഷിക്കും, നീ എങ്ങനെ വെള്ളം കുടിക്കുമെന്ന് ശമര്യക്കാരത്തി സ്ത്രീ ചോദിച്ചെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ ഒറ്റ മേശയ്ക്ക് ചുറ്റും അവരിരുന്നു, അപ്പമെടുത്തു വാഴ്ത്തി ഒരേ പാനപാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ അന്ന് ലോകം കണ്ടിട്ടേ ഇല്ലാത്തൊരു വിപ്ലവത്തിന് ആരംഭം കുറിച്ചു. ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഒരു പട്ടണം വിട്ട് അടുത്ത പട്ടണത്തിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു, ലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നു. ലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നു. ഞാൻ പറയട്ടെ, ആദ്യ നൂറ്റാണ്ടിലെ സഭ ഈ ഹാളിൽ ഇരിക്കുന്നവരെക്കാളും ചുരുക്കമായിരുന്നു. പക്ഷെ അവർ ഒരുമപ്പെട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ അവർ പട്ടണങ്ങളെ കീഴ്മേൽ മറിച്ചെങ്കിൽ ഇന്ന്, with this fire, if you walk out, you will turn the world upside down. ഞാനൊരു ഇന്റേണൽ ക്രിട്ടിക്ക് പറഞ്ഞ് I will close. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്, when I was learning to drive, ഇവിടെ കോട്ടയത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിലാണ് ഡ്രൈവിംഗ് പഠിച്ചത്. ഞാനും എന്നോടൊപ്പം തന്നെ വേറൊരു പെൺകുട്ടിയും ഞങ്ങൾ ഒരേ സമയത്താണ് we used to go for the sessions. ഞാൻ ആദ്യം അല്പസമയം ഇരുന്ന് വണ്ടി ഓടിക്കും, പിന്നെ ഇവൾ ഓടിക്കും. ഇവൾ ഓടിക്കുന്ന സമയത്ത് ഞാൻ പുറകിലിരുന്ന് ഇദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറയും, പഠിപ്പിക്കുന്ന ആൾ. അദ്ദേഹം പറഞ്ഞ്, ഞാൻ എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പഠിപ്പിക്കുന്നത്. ചില ആൾക്കാർ ഈ അഷ്റഫ് എന്ന് പറഞ്ഞൊരു പയ്യൻ, അവനോട് ഞാൻ എപ്പം സ്ട്രെയിറ്റ് പോകാൻ പറഞ്ഞാൽ അവൻ റൈറ്റ് തിരിയും, ഇൻഡിക്കേറ്റർ ഇടത്തില്ല, ക്ലച്ച് ചെയ്താൽ ആക്സിലേറ്റർ എന്ന ബോധമില്ല. അപ്പം ഞാൻ പുറകിൽ ഇവൻ എന്ത് മണ്ടനല്ലേ. അവൻ്റെ പിക്ചർ പെയിൻറ്റ് ചെയ്ത് തന്നപ്പോൾ വാട്ട് ആൻ ഇഡിയറ്റ്. എന്നിട്ട് ഇദ്ദേഹം സിഗരറ്റ് വലിക്കാൻ വേണ്ടി ഇദ്ദേഹം വണ്ടി ഒന്ന് ചവിട്ടി, പുള്ളി ചായയും സിഗരറ്റും വലിക്കുമ്പോൾ ഞാൻ അവിടെ കാറിൽ നിയർ ദ കാർ ഐ ആൻഡ് ദിസ് ഗേൾ ആർ സ്റ്റാൻഡിങ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, അഷ്റഫേ ഇങ്ങ് വരാൻ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞ അഷ്റഫ് ഞാനായിരുന്നു, പേര് മാറിപ്പോയതാ. ഇന്ന് ഞാൻ പറഞ്ഞ അഷ്റഫ് വാസ്തവത്തിൽ സഭയുടെ പുറത്ത് മാത്രമല്ല, സഭയുടെ ഉള്ളിലും ഇതേ ഐഡിയോളജീസ് ഹാവ് കം ഇൻ. ഞാൻ പറയട്ടെ, ഈ ഐഡൻറ്റിറ്റീസ്, കാസ്റ്റ് പോലുള്ള ഐഡൻറ്റിറ്റീസ് ചർച്ചിൽ നിന്ന് തകർന്നു പോയാൽ ഇന്ത്യയിൽ ഇവാഞ്ചലിസം വിജയിക്കും. ഇന്ത്യയിൽ ഇവാഞ്ചലിസം എന്തുകൊണ്ടാണ് വിജയിക്കാത്തെന്നുള്ള ഇഷ്ടം പോലെ അക്കാഡമിക് പേപ്പേഴ്സ് നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും, ഇഷ്ടം പോലെ. ലെറ്റ് മീ ടെൽ യു, ഈ ആദ്യം കർത്താവ് പറഞ്ഞു, നിങ്ങൾ നേരെ ലോകത്തിൻ്റെ അറ്റത്തോളം പോകാനല്ല പറഞ്ഞത്. ആദ്യം ഈ സുവിശേഷമായിട്ട് നിങ്ങൾക്ക് മറ്റ് പട്ടണങ്ങളിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ഗോ ടു സമേരിയ. ആദ്യം നിങ്ങൾ ശമരിയയിലേക്ക് ചെല്ല്. അവിടെ ഇരുന്ന് അവിടെ അത്താഴം കഴിച്ചിട്ട് മതി നിങ്ങൾ സുവിശേഷമായിട്ട് ലോകത്തിൻ്റെ യു ക്യാൻ ഗോ ടു ദി എൻഡ്സ് ഓഫ് ദ വേൾഡ്. ആസ് ലോങ് ആസ് ദീസ്, ഞാൻ നേരത്തെ പറഞ്ഞു, where is the idea of caste coming from? It is coming from a world view, an idea of God, where a mythology where some are created from God's head, some from the chest, some from the thighs, some from the feet, some the untouchables who are outside the form of God. പക്ഷേ ക്രിസ്ത്യാനിറ്റി പറഞ്ഞ വിപ്ലവം, that you are the image of God എന്ന ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഈ സുവിശേഷത്തിൻ്റെ വിത്ത്, if it runs deep in your veins, you will turn the world upside down. The church will win. സഭ ജയിക്കുമെന്നേ, സുവിശേഷം ജയിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് when I say that it should go not only from your churches, from your matrimony pages also. As long as caste remains, your ideology or the gospel that you are preaching is not compatible with what you practice.
As I said, this is not a criticism, this is a critique. It is at me also. I'm talking to the man in the mirror. I'm talking to myself. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും പല തിയോളജിയൻസുമാരും വാദിച്ചുകൊണ്ടിരുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കറുത്ത വർഗ്ഗക്കാർ വെള്ളക്കാരായി തീരുമെന്ന്. ചാൾസ് കാരൽ എഴുതിയ ഒരു പുസ്തകം, അദ്ദേഹം പ്രൊഫസർ ചാൾസ് കാരൽ 1900 പബ്ലിഷ് ചെയ്ത്, നിങ്ങൾ അതിൻ്റെ ഇമേജ്, അതിൻ്റെ കവർ പേജ് ഒന്ന് നോക്കിയാൽ മതി. ഒരു നീഗ്രോയെ, അല്ലെങ്കിൽ ദേ കോൾ ദം നീഗ്രോ ബിക്കോസ് ആ ബുക്കിൻ്റെ ടൈറ്റിൽ തന്നെ നീഗ്രോ ബീസ്റ്റ് ഓർ ദ ഇമേജ് ഓഫ് ഗോഡ് എന്നായിരുന്നു. നീഗ്രോ ബീസ്റ്റ് ഓർ ദ ഇമേജ് ഓഫ് ഗോഡ്. പ്രൊഫസർ ചാൾസ് കാരൽ വളരെ വികൃതമായിട്ട് കറുത്ത വർഗ്ഗക്കാരെ ചിത്രീകരിച്ചുകൊണ്ട് ആണ് അതിൻ്റെ കവർ തന്നെ. ഇപ്പോഴും നിങ്ങൾക്ക് സം മ്യൂസിയം വെബ്സൈറ്റ്സ് സ്റ്റിൽ ഹാവ് ദാറ്റ് കവർ. അങ്ങനെ പല പുസ്തകങ്ങളും അന്ന് എഴുതിയത് ഈ ബ്ലാക്ക്, ഇരുൾ നിറം, അല്ലെങ്കിൽ ദിസ് വിൽ ബി ട്രാൻസ്ഫോംഡ് ടു വൈറ്റ്നെസ്. ആ കാലഘട്ടത്തിലാണ്, അതിൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിലാണ് വില്യം ബ്ലേക്ക് എന്ന English poet, one of the greatest of English poets, he wrote this poetry called A Little Black Boy. ഞാൻ ആ പോയിട്രി വായിക്കുന്നില്ല in the interest of time. ആ പോയം ഒരു ബ്ലാക്ക് ബോയ് ഹു ഇസ് ബീങ് റേസ്ഡ്, അന്നത്തെ പ്രജഡിസുകൾ അവൻ കണ്ടു തുടങ്ങുന്ന സമയത്ത് അവൻ പാടുന്ന ഒരു പാട്ടായിട്ടാണ് ബ്ലേക്ക് ഇത് എഴുതുന്നത്. He starts by saying, I am black but oh my soul is white. I am black but oh my soul is white. താഴോട്ട് പാടി വരുമ്പോൾ പറയുന്നത്, എൻ്റെ അമ്മ എന്നോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. രാവിലെ കിഴക്കിൽ ഉദിക്കുന്ന സൂര്യനെ നോക്കി അതാണ് ദൈവം. ആ ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുന്ന കൊണ്ടാണ് why you are dark, your sunburnt face. Your sunburnt face. താഴെ പാടി വന്നിട്ട് he says, I at last will be like him. ഒടുവിൽ ഞാനും അവനെ പോലെ ആയിരിക്കും. Like the white guy. I will be transformed. ഇത് അവിടെ മാത്രമല്ല, നമ്മുടെ ഇവിടെയും ഇത്തരം കീർത്തനങ്ങളും പാട്ടുകളുമുണ്ട്. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എഴുതിയ പാട്ട്, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ. അതിൻ്റെ പിന്നിലുള്ള ചരിത്രമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു സെൻറ്റിമെൻറ്റിൽ നിന്ന് അദ്ദേഹം ഔട്ട് ഓഫ് ദാറ്റ് റിമോർസ് ഹി റോട്ട് ദാറ്റ് സോങ്. നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. യു ക്യാൻ ആക്ച്വലി റീഡ് ദിസ് ഈവൻ ഓൺ വിക്കിപീഡിയ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ നിൻ ഇരുൾ നിറം മാറില്ല. നിന്റെ ഐഡൻറ്റിറ്റിയിൽ യു വിൽ സ്റ്റാൻഡ് ബിഫോർ ഹിം. ദ കളറിസംസ്, ദ ഇസംസ്, ദ ബ്രോക്കൺനെസ് ഓഫ് സിൻ വിൽ ബി ഗോൺ. റെവലേഷൻ 7:9. എല്ലാ ജാതിയിൽ നിന്നും, എല്ലാ നേഷൻസിൽ നിന്നും, എല്ലാ ഭാഷയിൽ നിന്നും ഒരു വലിയൊരു സമൂഹത്തെ ഞാൻ അവിടെ കണ്ടു. I saw peoples from all. That is the church. The church here is a foretaste of heaven. The church here is a foretaste of heaven. Neither denial nor victimhood can heal your identity. Only the man at the well can. Only the man at the well can. മാത്യു പാരിസ് എന്ന ഏത്തീസ്റ്റ്, നിരീശ്വരവാദിയായ ജേർണലിസ്റ്റ് ആഫ്രിക്കയിൽ ചെന്ന് വർഷങ്ങൾ അദ്ദേഹം ആഫ്രിക്കയിൽ നടന്ന മാറ്റങ്ങളെപ്പറ്റി, ആഫ്രിക്കയിൽ നടന്ന പുരോഗതിയെപ്പറ്റി പഠിച്ചു. എന്നിട്ട് ടൈംസിന് വേണ്ടി ഹി ഹാഡ് ടു റൈറ്റ് ആൻ ആർട്ടിക്കിൾ. നിരീശ്വരവാദിയാണ് അദ്ദേഹം. ഫൈനലി ഹിസ് ഇൻറ്റൻഷൻ വാസ് ടു ഗോ ദെയർ ആൻഡ് സീ ദ വർക്ക് ഓഫ് NGOs, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ദ വർക്ക് ദാറ്റ് ദേ ഡു. പക്ഷെ അദ്ദേഹം എഴുതി, ആസ് എ കൺഫേംഡ് എയ്ത്തിസ്റ്റ്, ഉറപ്പായിട്ടും ഒരു നിരീശ്വരവാദിയായിട്ട് കൊണ്ടുതന്നെ ഞാൻ പറയട്ടെ, NGOകളും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും എഡ്യൂക്കേഷനും ഇവയൊന്നുമല്ല ആഫ്രിക്കയെ മാറ്റിയത്. ആഫ്രിക്കയെ മാറ്റിയത് സുവിശേഷമാണ്. ആഫ്രിക്കയെ സിവിലൈസ്ഡ് ആക്കിയത്, നരഭോജികളെ നരസ്നേഹികളാക്കിയത് എഡ്യൂക്കേഷനോ NGOകളോ അല്ല, സുവിശേഷം എന്ന തത്വമാണ്. ദ ഗോസ്പൽ ക്രിയേറ്റഡ് എ ന്യൂ മാൻ. ഞാൻ നേരത്തെ പൗലൂസിൻ്റെ കാര്യം പറഞ്ഞില്ലേ? പൗലൂസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. എഫേസ്യ ലേഖനത്തിൽ, യഹൂദനും ജാതിയനും ക്രൂശൻ നടുക്ക് വന്നപ്പോൾ വേർപാടിൻ്റെ നടുഞ്ചൂർ ഇടിച്ചു കളഞ്ഞു. അവൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ഈദൻ തോട്ടത്തിൽ ആദം മനുഷ്യൻ എന്ന ഐഡൻറ്റിറ്റി സൃഷ്ടിച്ചു. വയലാറ് പാടി, ദൈവം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഒരു വരി ആദ്യം പറയണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു,
മനുഷ്യൻ സൃഷ്ടിച്ച മതങ്ങളാണ് മണ്ണ് പങ്കിട്ടത്. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്, ആദം. ക്രിസ്തുവിൽ പൗലൂസ് പറയുകയാണ്, പൗലൂസ് ഒരിക്കലും ഗിവൺ ഹൂ ഹി വാസ്, ഒരിക്കലും പൗലൂസ് അങ്ങനത്തെ ഒരു വാചകം പറയില്ലായിരുന്നു. പക്ഷെ എന്താ പൗലൂസേ, വാട്ട് റിയലി ട്രാൻസ്ഫോംഡ് യു? പൗലൂസ് പറയുകയാണ്, ഞാൻ മരിച്ചു, ഐ ഡൈഡ്, ഇൻ മീ ക്രൈസ്റ്റ് നൗ ലിവ്സ്. അതുകൊണ്ട് പൗലൂസ് പറയും, യഹൂദനെ നേടാൻ ഞാൻ യഹൂദനെ പോലെയായി. Those who are not under the law, അവരെ നേടാൻ I became like one of them. That is the big transformation that Christianity brings. ഞാൻ ഒരു വാക്ക് മാത്രം വായിച്ചുകൊണ്ട് I will end this. മോശവത്സരം ശാസ്ത്രിയാര് എന്ന ക്രിസ്ത്യൻ പോയിട്ടും തിങ്കറും ഇന്നേക്ക് 200 വർഷം പഴക്കമുള്ള ഒരു കീർത്തനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ: കൂടുവിൻ സഭകളെ വന്നു പാടുവിൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവിൻ, സുവിശേഷം ചൊല്ലാൻ ഓടുവിൻ, നിദ്ര വിട്ട് ഉണർന്നിടുവിൻ, മനം ചേർന്ന് എല്ലാവരും നിന്നിടുവിൻ. ഇടിക്കണം പെയ്യിൻ കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശു രാജൻ്റെ സുവിശേഷ കൊടി ഘോഷത്തോടെ ഉയർത്തിയിടണം വേഗം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതിൽ ബഹുസന്തോഷമേ. ചർച്ച് ഇസ് എ ഫോർടേസ്റ്റ് ഓഫ് ഹെവൻ. അവൻ വെളിപ്പെടുമ്പോൾ ഈ ഭേദങ്ങളെല്ലാം ഇടിയും. അവൻ വെളിപ്പെടുമ്പോൾ ഈ ഐഡന്റിറ്റി ക്രൈസിസുകൾക്കെല്ലാം വിൽ ബി കൺക്ലൂഡഡ്. അവൻ്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ വി വിൽ ബി ലൈക്ക് ഹിം. ഈ ഒരു മഹത്തകരമായ ഐഡന്റിറ്റി ഇഫ് യു ഹാവ് നോട്ട് എൻജോയ്ഡ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിവൺ ഹൂ ഇസ് ഹിയർ who have not really accepted or understood or received this identity, his arms are open wide. ശമരിയക്കാർത്തിയെ തേടി, ആ ഐഡന്റിറ്റിയെ തേടി ചെന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. He is still alive. He can transform you. May God bless you with these words.